വീട്ടിൽ ഗ്യാസ് കൊണ്ടുവരുമ്പോൾ നമ്മൾ ആരെങ്കിലും ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് വല്ലതും ചെക്ക് ചെയ്യാറുണ്ടോ? ഇതുവരെ ആരും ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് മെയിനായിട്ട് ഈ ഗ്യാസ് സിലിണ്ടർ എങ്ങനെ ലീക്കായാൽ അതെങ്ങനെ നമുക്കത് തരണം ചെയ്യാം, ഈ ലീക്കായ സാധനം എങ്ങനെ തീപിടിക്കാനുള്ള കാരണങ്ങൾ, അതുപോലെ ഈ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്നത് അതെങ്ങനെ, എന്ത് കാരണം കൊണ്ടാണ് പൊട്ടിത്തെറിക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ അത് പൊട്ടിത്തെറിച്ചാൽ എന്ത് ചെയ്യണം, അതുപോലെ ലീക്കായാൽ നമ്മളത് എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് എല്ലാവർക്കും യൂസ് ചെയ്യുന്ന LPG ഗ്യാസ് സിലിണ്ടർ. സാർ നേരത്തെ പറഞ്ഞു ഇതിനകത്തുള്ള ഗ്യാസിന് ഡയറക്റ്റ്ലി ഒരു സ്മെല്ലും ഉണ്ടാവില്ല. ശരിക്കും അതിൻ്റെ കൂടെ രാസവസ്തു ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ആ സ്മെല്ല് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ പേര് ഈഥൈൽ മെർകാപ്റ്റൈൻ എന്നാണ് അതിൻ്റെ പേര്, ആ രാസവസ്തുവിൻ്റെ പേര് ഈഥൈൽ മെർകാപ്റ്റൈൻ. അത് ചേർക്കുന്ന രാസവസ്തുവിൻ്റെ പേരാണത്. ആ ഒരു രാസവസ്തു ചേർക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇതിന് പുറത്ത് വരുന്ന ഗ്യാസിന് സ്മെല്ല് അനുഭവപ്പെടാൻ പറ്റുന്നത്. അപ്പോൾ മെയിനായിട്ട് ഫസ്റ്റ് കാര്യം, ഇപ്പം ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ സൈഡിലുള്ളതില്ലേ, ഇതിനകത്ത് 3ൻ്റെ അകത്ത് ഒരു നമ്പർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 എഴുതിയിരിക്കുന്നത് നമ്മുടെ ഇതിന് വെയിറ്റ് ആണ്. നേരത്തെ പറഞ്ഞു 60.1, അത് വെയിറ്റിനെ സൂചിപ്പിക്കുന്നു. പക്ഷേ ഈ സൈഡിൽ എഴുതിയിരിക്കുന്നത് എന്താ, എല്ലാം കാണുന്നുണ്ടോ? A28. എന്താണ് A28 എന്ന് ഉദ്ദേശിക്കുന്നത്? അറിയാറില്ലല്ലോ, ഇല്ല. അപ്പോൾ നമ്മുടെ 12 മാസമല്ലേ, 12 മാസത്തെ നമ്മൾ 4 ഡിവൈഡ് ചെയ്യും. A എന്ന് പറയുമ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പം 3 ആയി ഡിവൈഡ് ചെയ്ത് A ആണ് ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പോൾ മാർച്ചാണ് A കൊണ്ട് ഉദ്ദേശിക്കുന്നത്. B എന്തായിരിക്കും? ജൂൺ. അപ്പം B എന്ന് പറഞ്ഞാൽ ജൂൺ ആയിരിക്കും. ജൂൺ 28 അല്ലെങ്കിൽ ജൂൺ 26 2026 വരെ. അങ്ങനെ കാര്യം മനസ്സിലായോ? മനസ്സിലായില്ല? അത് നമ്മുടെ 12 മാസമുണ്ട്, അതിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുന്നത് 4 ആയിട്ട്. നവംബർ 12 അപ്പോൾ A എന്ന് പറയുമ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്. B എന്ന് പറയുമ്പോൾ എന്താ? ഏപ്രിൽ, മെയ്, ജൂൺ. C ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ. D നവംബർ, ഡിസംബർ. അത്രേ ഉള്ളൂ. അതിൻ്റെ കൂടെ ഇവിടെ ഏതെങ്കിലും നമ്പർ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് 28 ആണ്. അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഇപ്പോൾ മാർച്ച് അതിൽ ലാസ്റ്റ് മാസമാണ് കണക്കാക്കേണ്ടത്. 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 3ാമത്തെ ലാസ്റ്റാണത്. മനസ്സിലായല്ലേ? അപ്പോൾ A28 എന്ന് പറഞ്ഞാൽ മാർച്ച് 2028. അപ്പോൾ അത് കഴിഞ്ഞ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇത് നമ്മുടെ ഗ്യാസ് കൊണ്ടുവരുമ്പോൾ മെയിനായിട്ട് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യം ഇതാണ്. ഓക്കെ. പിന്നെ ഇത് ലീക്കാവുന്നത് എങ്ങനെയൊക്കെ ലീക്കാവും? പല കാരണങ്ങൾ കൊണ്ട് ലീക്കാവും. മെയിനായിട്ട് 4 കാരണമാണ് പറയുന്നത്. ലീക്കാവുന്ന 4 കാരണം. ഒന്ന്, ഫസ്റ്റായിട്ടുള്ളത് ഏത് ടൈമിൽ ലീക്കാവുമെന്ന് ഞാൻ പറയാം ഫസ്റ്റ്, എന്നിട്ട് അതിന് വിശദീകരിച്ച് തരാം. ആദ്യമായിട്ട് ഈ സാധനം കണ്ടാം, ഇതിൻ്റെ പേര് സ്റ്റോപ്പർ എന്ന് പറയും, അല്ലെങ്കിൽ സേഫ്റ്റി വാൾവ്, അല്ലെങ്കിൽ സേഫ്റ്റി ക്യാപ്പ് എന്ന് പറയും. ഈ സാധനം നമുക്ക് കെട്ടുമ്പോൾ ഇത് അടച്ചിരിക്കും അല്ലേ? വീട്ടിൽ കൊണ്ടുവന്നാൽ നോക്കിയിട്ടുണ്ടോ? അപ്പോൾ ഈ ജസ്റ്റ് ഇങ്ങനെ അടച്ചിരിക്കും. ഇടയ്ക്ക് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന സാധനം തുറന്ന ടൈമിൽ ചിലപ്പോൾ ലീക്കേജ് ഉണ്ടാവലുണ്ട്. അപ്പോൾ അതാണ് ഒരു രീതി. പിന്നെ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മുടെ ഈ റെഗുലേറ്ററില്ലേ, ഇതാണ് റെഗുലേറ്റർ. ഈ റെഗുലേറ്റർ ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ ഇടയ്ക്ക് ലീക്ക് അനുഭവപ്പെടലുണ്ട്. അതിന് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ 3ാമത്തെ കാരണം എന്ന് പറയുന്നത്, രണ്ടാമത്തെ കാരണം. 3ാമത്തത് നമ്മൾ ഡെയിലി യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഇത് ഓഫ് ചെയ്യില്ല റെഗുലേറ്റർ. നമ്മൾ ഇപ്പോൾ രാവിലെ വന്ന് റെഗുലേറ്റർ ഓൺ ചെയ്ത് ഈ ഗ്യാസിൻ്റെ സ്വിച്ച് മറ്റേ ഓൺ ചെയ്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് പിന്നെ ഓഫ് ചെയ്യില്ല. പിന്നെ രാത്രി എനിക്ക് കിടക്കുമ്പോൾ ചിലപ്പോൾ ഓഫ് ചെയ്യും ഇത് റെഗുലേറ്റർ. അങ്ങനെ ചെയ്യാതിരിക്കണം. അങ്ങനെ ചെയ്താൽ ലീക്കേജ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ 4ാമത്തെ കാരണം,
നമ്മൾ എല്ലാവർക്കും സ്വഭാവമുണ്ട്. ഇങ്ങനെ ഈ തിളപ്പിച്ച് അങ്ങനെ കളഞ്ഞ് ഇതാകുന്നില്ലേ പാല് പോലുള്ള സാധനങ്ങൾ. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ അടുപ്പത്ത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അതിങ്ങനെ പതച്ച് ചെയ്ത് അതല്ലേ അതായിട്ട് ഈ ഇതിനകത്തുള്ള അപ്പോൾ ഇതിനകത്തുള്ള എന്ത് ഓഫാവും? തീ നിറഞ്ഞു പോകും. തീ നിറഞ്ഞെന്ന് പറഞ്ഞ് നമ്മൾ ഇത് ഓഫാക്കിയിട്ടില്ല, ഓൾറെഡി ഓണായി കിടക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും? ലീക്കേജ് സംഭവിക്കും. അപ്പോൾ ഈ 4 കാരണങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ വീട്ടിൽ എന്തില്ല ലീക്കേജ് ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞാൽ ഇതെങ്ങനെ ലീക്കാവുമെന്ന് പറയാം. ഫസ്റ്റ് നമ്മളിപ്പോൾ ഇത് ഗ്യാസ് കൊണ്ടുവന്ന് ഇത് ഓണാക്കുന്നു. ഇത് വലിച്ചു പോയി നമ്മൾ ഊരി കഴിയുമ്പോൾ ഒരു സൗണ്ട് അല്ലെങ്കിൽ സ്മെല്ലടിക്കും. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യണം? തിരിച്ച് ഈ ക്യാപ്പ് അവിടെ നിന്ന് ഫിക്സ് ചെയ്യാം. കാരണം എന്താ, ഇത് അടച്ച ടൈമിൽ നമുക്ക് ലീക്കൊന്നും ഇല്ലായിരുന്നു അല്ലേ? തുറന്നപ്പോഴാണ് ലീക്ക് വന്നത്. അപ്പോൾ അതെന്ത് ചെയ്യാം? തിരിച്ചിട്ട് അടക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? പെട്ടെന്ന് പോയിട്ട് ഒരു വല്ല പേനയോ മറ്റേ എന്തെങ്കിലും സ്കൂളിൽ കൊണ്ടുകൊണ്ട് വന്നിട്ട് ഇതിനകത്തില്ലേ, ഇതിനകത്തൊരു പിന്നുണ്ട്, അങ്ങനെ പോയി കിടണം. ഒരു പിന്നെന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ സൂചി പോലുള്ള സാധനങ്ങൾ പോയി കിടക്കേണ്ടതാണ്. ഇതിനകത്ത് നോക്കിയാൽ മനസ്സിലാവും. കാരണങ്ങൾ കൊണ്ട് ഈ സാധനം എന്ത് ചെയ്യും? അമങ്ങി കിടക്കും. അപ്പോൾ അതുകൊണ്ടാണ് താഴോട്ട് പോയി കിടക്കും. എന്തെങ്കിലും ഡസ്റ്റ് എന്തെങ്കിലും കയറിയിട്ട് ചെരിഞ്ഞ് കിടക്കുകയോ അല്ലെങ്കിൽ അമങ്ങി കിടക്കുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇതിനകത്ത് നിന്ന് ഗ്യാസ് പുറത്ത് വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് പേന കൊണ്ട് ഇതിനകത്ത് ഒരു കുത്തു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് പോയിട്ട് കിട്ടാൻ തന്നെ നിൽക്കും. അപ്പോൾ ഏകദേശം ഒക്കെ റെഡിയാവും. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്ത് റെഡിയായെങ്കിൽ എന്ത് ചെയ്യണം? പെട്ടെന്ന് ഈ കാപ്പ് വെക്കുക, അതായത് കൊണ്ടുവന്ന് അവരെ വിളിക്കുക, അവർ തിരിച്ചു കൊടുക്കുക. മനസ്സിലായോ? അപ്പം അങ്ങനെ അത് മാറ്റി കിടക്കണം. പിന്നെ അടുത്തെന്താ പറഞ്ഞത്? റെഗുലേഷൻ ദിവസം അല്ലേ? റെഗുലേഷൻ ഫിറ്റ് ചെയ്യുമ്പോൾ ലീക്ക് വരുന്നുണ്ട്. അതെങ്ങനെയാണെന്നറിയോ? ഇത് ഇടയ്ക്ക് റെഗുലേഷൻ ഇങ്ങനെ ഫിറ്റ് ചെയ്താൽ ആ ടൈം നമ്മൾ കയ്യിൽ സൗണ്ട് വരുന്നത്. അപ്പോൾ അതിനർത്ഥം ഇതിനകത്തൊരു വാഷറുണ്ട്, ഓറിങ് എന്ന് പറയുന്നത്. ഓറിങ് ഇതിനകത്ത് ഈ സിലിണ്ടർ വാളിനകത്ത് ഒരു കറുത്ത വാഷറുണ്ട്. അപ്പോൾ ഈ സാധനം ഒന്നിലേക്ക് തെറ്റിക്കിടന്നാലും അല്ലെങ്കിൽ പൊട്ടിക്കിടന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും ചെരിഞ്ഞ് കിടന്നാൽ അങ്ങനെയെങ്കിലും ആണെങ്കിൽ ഈ സാധനമാണ് എന്ത് ചെയ്യുന്നത്? ഈ റെഗുലേഷനകത്ത് കൂടി ഇതാ ഇവിടെ ഇങ്ങനെ പ്രസ്സായി കിടന്ന് പുറത്ത് പോകാതെ ഇതിന് അകത്തുമ്പോൾ തന്നെ വരാൻ വേണ്ടി സഹായിക്കുന്ന ഈ ഓറിങ്ങാണ്. അപ്പോൾ ഈ ഓറിങ് പൊട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? ഇതിന് പുറത്ത് കൂടി സാധനം ഗ്യാസ് ചാടും. അതുകൊണ്ടാണ് ലീക്ക് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് ഈ ഓറിങ് കഴിഞ്ഞ മുമ്പത്തെ ആവശ്യം എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് സെയിം സംഭവിച്ചിട്ടുണ്ട്. ഈ ഓറിങ് പൊട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ പഴയതിൻ്റെ മാറ്റി അത് ഇത് കയറ്റിയപ്പോൾ റെഡിയായി. അപ്പോൾ നമുക്ക് അത് മനസ്സിലായില്ലേ പോകും. അപ്പോൾ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഇല്ലെങ്കിൽ സൊസൈറ്റി ഉണ്ടാവും ഇല്ലേ? ഓറിങ് ഉണ്ട്, വാങ്ങിച്ചാൽ മതി. വാങ്ങിച്ച് ഇട്ടിട്ട് യൂസ് ചെയ്യാം. ഇതിലെ അടപ്പ് നേരത്തെ അടപ്പ് അടച്ച് പിടിച്ച് പോയി മേടിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഇല്ല, നാലാമത്തെ കാര്യം. നാലാമത്തെ പറഞ്ഞു ഈ തിളക്കുന്ന പെമ്പില്ല അതന്നെ. അപ്പോൾ നമ്മൾ വീട്ടിലെല്ലാം ഇങ്ങനെ പാലൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഇതിനകത്ത് ഇങ്ങനെ കുറച്ചിട്ടിട്ട് എന്ത് ചെയ്യും? നല്ല സീരിയൽ നടക്കുകയാണ്. വീട്ടിൽ പോയി നല്ല പല സീരിയലൊക്കെ കണ്ട് അടിപൊളിയായിട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? ഇതിങ്ങനെ ആയിട്ട് തീ നടന്ന് ഇവിടെ ഫുള്ള് ഇങ്ങനെ തൈ കിടക്കുന്നുണ്ടാവും ഗ്യാസ്. നമ്മൾ ശ്രദ്ധിക്കാതെ ഇത് ഓടി വന്നു സ്മെല്ലടിക്കുന്നത് എന്തിനാണെന്ന് അറിയില്ല. പെട്ടെന്ന് വേറെ കാര്യം പറയാം, എൻ്റെ കൂടെ തന്നെ പറയാൻ ചെയ്യുന്ന കാര്യമാണ്. നമ്മുടെ വീട്ടിലെ അടുക്കള എല്ലാ സ്ഥലത്തും ഇലക്ട്രോണിക് സാധനം ഇഷ്ടം പോലെ ഉണ്ടാവും. ഇലക്ട്രോണിക് സാധനം ഫാൻ ഉണ്ടാവും, ലൈറ്റ് ഉണ്ടാവും, അതിന് എന്തെങ്കിലും ഉണ്ടാവും, മിക്സി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ആ ടൈമിൽ ചിലപ്പോൾ ഫാൻ ഇട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ലീക്കാതെ അറിഞ്ഞപ്പോൾ നമ്മൾ ഓടി വന്നിട്ട് എന്ത് ചെയ്യും? എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇലക്ട്രിക് സാധനം ഉപയോഗിക്കാൻ പാടില്ല, ആ ടൈമിൽ ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ ബേജാറിങ്ങനെ ഓടി വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ. നമ്മൾ ഫാൻ ഓഫാക്കാൻ ശ്രമിക്കും. നമ്മൾ അറിഞ്ഞെന്താ? ഒരു ഇലക്ട്രോണിക് സാധനവും വർക്ക് ചെയ്യാൻ പാടില്ലെന്നാണ്, ഓണാക്കാൻ പാടില്ല എന്നാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷെ അതങ്ങനെയല്ല. ഓൾറെഡി ഫാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് അങ്ങനെ തന്നെ പെട്ടു. ഒരിക്കലും എന്ത് ചെയ്ത് ഓഫ് ചെയ്യാൻ പോകരുത്. എന്തുകൊണ്ടെന്ന് അറിയോ? അത് നമ്മുടെ സ്വിച്ച് ഓണാക്കുന്ന ടൈമിലും ഓഫാക്കുന്ന ടൈമിലും ഏത് ടൈമിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം? സ്പാർക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഗ്യാസ് ഇങ്ങനെ കെട്ടി കിടക്കുന്ന സമയത്ത് ഒരു ചെറിയ തീപ്പൊരിക്കാൻ മതി, എന്ത് ചെയ്യും? പൊട്ടിത്തെറി.
അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, നോക്കുകയാണെങ്കിൽ, ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാം, നമ്മുടെ വീട്ടിൽ തീയിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ഗ്യാസ് ഇത് യൂസ് ചെയ്യാനൊക്കെ അറിയാം എല്ലാവർക്കും. ഇതെന്തെന്നറിയോ, ഇതൊരു നമ്മൾ ഈ ഫിറ്റ് ചെയ്യുമ്പോൾ എപ്പോൾ എന്താണ് അതാണ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ അതുപോലെ ഈ സാധനമില്ലേ ഈ കോഴ്സ് ഒരു കാര്യം വിട്ടുപോയി. എന്താ, ഇത് ഓണാക്കി വിടുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് പറഞ്ഞെന്നാ അതിന് മുമ്പ് പറഞ്ഞത് ഓഫാക്കാതെ വിടുന്നത്, അപ്പോൾ അപകടം ഉണ്ടാവും പറഞ്ഞു. അതെങ്ങനെയാണ്, നമ്മളിത് ഓൾറെഡി ഫിറ്റ് ചെയ്ത് ഓണാക്കി വിട്ടിരിക്കുകയാണ് റെഗുലേഷൻ. ഇനിയും അത് കഴിച്ചാൽ ചെയ്തും വരാം. പണ്ടത്തെ ഈ ഓസ് റബ്ബർ ടൈപ്പൊക്കെയാണ്, അത് ഇനിയും കഴിച്ച് ലീക്കേജ് വരാറുണ്ട്. പക്ഷെ ഇതിനകത്ത് ഒരു കമ്പിയുണ്ട്, ഒരു റബ്ബറുണ്ട്, പുറമെയുള്ളല്ലേ, ഇത് തീ പിടിക്കില്ല. ഇത് ഫയർ പ്രൊട്ടക്ഷനുള്ള ഓസാണ്. അപ്പോൾ ഇത് തീ പിടിക്കില്ല, ഇനിയും കഴിച്ചാൽ വരാം. ഓക്കെ, അപ്പോൾ അതല്ല പ്രശ്നം. നമ്മൾ ഓണാക്കി വിട്ടിട്ടുണ്ട്, ഇതാണ് ഫിറ്റ് ചെയ്തിട്ട് നടക്കാം. സൗണ്ട് കേട്ടിട്ട് പോകും. അപ്പോൾ ഇത് പിന്നെ ഫിറ്റ് ചെയ്തിടും, ഓണാക്കി വിട്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കുട്ടികളുണ്ട് അല്ലേ, ചെറിയ കുട്ടികൾ. നമ്മൾ ശ്രദ്ധിക്കാത്ത ടൈമിൽ ഇടയ്ക്ക് വന്ന് എന്ത് ചെയ്യും, ഈ സാധനം ചിലപ്പോൾ വലിച്ച് ഊരിട്ടിട്ട് പോയി സംഭവിക്കാം. ചിലപ്പോൾ ഇന്ന് സ്പീഡ് വലിച്ച് ഊരി വരും. അപ്പോൾ ഊരി ഇട്ടിട്ട് ആള് പോയി, നമുക്കറിയില്ലല്ലോ. നമ്മൾ ഈ റെഗുലേറ്റർ ഓഫാക്കി വിട്ട ടൈമിലാണ് ഊരിട്ടെങ്കിലും ഒരു പ്രശ്നം വരില്ല. കാരണം നമ്മൾ ഓണാക്കുന്ന ടൈമിൽ ഓൾറെഡി ഗ്യാസ് വന്ന് നമ്മുടെ ഈ സ്റ്റൗവിനകത്ത് തന്നെ ഗ്യാസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഓണാക്കിയാലാണ് ഗ്യാസിനെ ബർണർ എത്തിക്കാൻ പറ്റുന്നത്. പക്ഷേ ഇത് ഓണാക്കി വിട്ടാൽ ഈ ഓസിനകത്ത് കൂടി വന്ന് ഇവിടെ വരെ ഗ്യാസ് ഉണ്ടാവും. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി വലിച്ച് ഊരിക്കഴിഞ്ഞാൽ ഈ ഗ്യാസ് എന്ത് ചെയ്യും, കുറവ്. അപ്പോൾ അതാണ് ഒരു കാര്യം. അപ്പോൾ എപ്പോഴും മസ്റ്റായിട്ട് ചെയ്യുന്ന കാര്യം, യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിത് ഓഫ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പായിട്ടും. മനസ്സിലായോ? അപ്പോൾ ഈ 4 കാരണങ്ങൾ കഷ്ടപ്പെട്ട കാരണം എന്താ, സേഫ്റ്റിക്കകത്ത് പോരുമ്പോൾ ലീക്കുകൾ സംഭവിക്കാം. അപ്പോൾ ആ പേനോട് കുത്തി റെഡിയാക്കാം. രണ്ടാമത്തത് ഇതെടുക്കുമ്പോൾ ഓറിങ് എന്ന് പറഞ്ഞാൽ കറുത്ത വാഷർ പൊട്ടിക്കഴിഞ്ഞാൽ ലീക്കേജ് വരാം. അപ്പോൾ അവരുടെ വാങ്ങിച്ചിട്ട് റെഡിയാക്കുക. മൂന്നാമത്തേക്ക് പറഞ്ഞാൽ ആവശ്യം കഴിയുമ്പോൾ അടച്ചിടണം. നാലാമത് ഓക്കെ. അപ്പോൾ ഈ 4 കാര്യങ്ങൾ മെയിനായിട്ട് നേരിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ വീട്ടിൽ പോയി എല്ലാവരും വീട്ടുകാരുടെ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ അവർക്കെല്ലാം അറിയാമായിരിക്കും, പക്ഷെ അവരൊന്നും ഇതൊന്നും ചെയ്യാറില്ല, ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ അല്ലേ? പിന്നെ അഥവാ ഗ്യാസ് ലീക്കായി, അപ്പോൾ ഗ്യാസ് ലീക്കായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഗ്യാസിന് എപ്പോഴും വായുവിനേക്കാൾ എന്തായിരിക്കും, വെയിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഗ്യാസ് എപ്പോഴും നമ്മുടെ റൂമിൽ ഗ്യാസ് ലീക്കായി നിൽക്കാം. നമ്മുടെ എയർ ഹോളൊക്കെ മുകളിലാണ് ഉണ്ടാവും അല്ലേ, എയർ ഹോളൊക്കെ മുകളിലാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്യാസ് ലീക്കായി ഒരിക്കലും എന്തില്ല, എയർ ഹോൾ കൂടി പുറത്തു പോകാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇങ്ങനെ താഴെ ഇങ്ങനെ കെട്ടിക്കിടക്കും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫസ്റ്റ് ഗ്യാസ് ലീക്കായി സ്മെല്ലടിക്കുക എന്നൊക്കെ ചെയ്താൽ നമ്മൾ ഫസ്റ്റായിട്ട് എന്ത് ചെയ്യാം, ഓടി വന്നിട്ട് ഈ ഗ്യാസില്ലേ എവിടെ ലീക്കാന്നറിയില്ല, നമ്മളിത് ഓഫാക്കി ഊരിയെടുക്കുക. ജസ്റ്റ് ഇതിൻ്റെ കൂടെയുള്ള ഇത് കുറേ ഉണ്ടെങ്കിൽ, കുറേ സിലിണ്ടർ കൂടി ഉണ്ടെങ്കിൽ എല്ലാ സിലിണ്ടറും എന്ത് ചെയ്യുക, എടുത്ത് പുറത്ത് കൊണ്ടുപോയി പുറത്തായ ഒരു സ്ഥലത്ത് വെക്കുക. എവിടെയെങ്കിലും ആൾ താമസമില്ലാത്തതോ തീക്കെത്താൻ സാധ്യതയില്ലാത്ത സ്ഥലമില്ലേ, അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പുറത്ത് വെച്ചിട്ട് അത് പോയിക്കോട്ടെ, പ്രശ്നമില്ല. അതിന് ഏരിയ ഉണ്ടല്ലോ, പോയി പ്രശ്നമില്ല. എന്നിട്ട് ഓടി വന്നിട്ട് നമ്മൾ ഇതിനകത്തുള്ള എല്ലാ ജനൽ ഡോർ ഇതിലൊക്കെ തുറന്നു വിട്ടിട്ട് നമ്മളവിടുന്ന് എത്ര ഈ പറ്റാൻ എന്തെങ്കിലും സാധനമുള്ള സാധനങ്ങളില്ലേ അതൊക്കെ ജസ്റ്റ് എടുത്ത് മാറ്റിയിട്ട് ആരും അങ്ങോട്ട് വിടരുത്, അങ്ങനെ ഇരിക്കരുത്. നമ്മളവിടുന്ന് കുറച്ച് ടൈം മാറിയിരിക്കുക. അപ്പോൾ വേണ്ടിയിട്ട് അത് പോയി കഴിഞ്ഞാൽ അപ്പോൾ റെഡിയാവും. സ്വിച്ച് നേരത്തെ പറഞ്ഞ കാര്യമാണ്, സ്വിച്ച് ഒന്നും നോക്കരുത്, അതുപോലെ തന്നെ വിടുക.
അതാണ് നമുക്ക് ലീക്കേജ് ആയാൽ തീ പിടിക്കാതിരിക്കാൻ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇടയ്ക്ക് സിലിണ്ടർ എല്ലാവരും പറയുന്നുണ്ട് ഈ ഇതില്ലേ തീ പിടിക്കുന്നുണ്ട്. ഓക്കെ, ഇതെങ്ങനെയാ പൊട്ടിത്തെറിക്കുന്നത് അറിയോ എല്ലാവർക്കും? അപ്പൊ സാറ് പറഞ്ഞില്ലേ ഇതിനകത്ത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ഈ ഗ്യാസിനെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് കംപ്രസ് ചെയ്തിട്ട്, നല്ലോണം കംപ്രസ് ചെയ്തിട്ട് അത് വാതകാവസ്ഥയിലുള്ള ഗ്യാസിനെ ദ്രാവകാവസ്ഥയിലേക്ക് മാറ്റിയിട്ടാണ് ഇതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഗ്യാസ് ഇതിനകത്തുള്ള വെള്ളം പോലല്ലേ ഇതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാവും വെള്ളം പോലെ ഉണ്ടാവും. അപ്പോൾ ഈ സാധനത്തിൽ ഡയറക്റ്റ് എന്ത് ചെയ്യാം, നല്ല തീ പിടിച്ച് ഇത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ഈ സിലിണ്ടറിന് ചൂടാവാനുള്ള ഒരു അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഇതിനകത്തുള്ള ദ്രാവകാവസ്ഥയിലുള്ള ആ സാധനം എന്ത് ചെയ്യും, നല്ലോണം തിളക്കാൻ തുടങ്ങും. അപ്പോൾ ഈ ബോയിലായിട്ട് നല്ല തിളച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് എന്തുമായി മാറും, ഇതൊരു വാതകാവസ്ഥയിൽ മാറും, ഗ്യാസായിട്ട് മാറും. അത് ഗ്യാസായിട്ട് മാറുമ്പോൾ ഈ സിലിണ്ടറിന് കപ്പാസിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, താങ്ങാൻ പറ്റാത്ത അത്രയും ഇത് താങ്ങാൻ പറ്റാതെ പൊട്ടിത്തെറിക്കും. ആ പ്രതിഭാസത്തെ ബ്ലവി എന്നാണ് പറയുന്നത്. ബ്ലവി, പൊട്ടിത്തെറിക്കും. ആ ഒരു സംഭവം ഇല്ലാതിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരിക്കലും നമ്മുടെ ഈ സിലിണ്ടർ ചെയ്യാതെ ഇല്ലാതിരിക്കാൻ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഓക്കെ അല്ലേ? അപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ സാറ് ചോദ്യം ചോദിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സാറ് കണ്ടായിട്ട് ചോദ്യം ചോദിക്കും. മറ്റേ ചോർച്ച ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉമ്മാമകളെ കൂടി പോയി ഷെയർ മനസ്സിലായി. ഓരോ സംഗതി ഓരോ സമയവും മറ്റേ മറ്റേ ബർണറിൻ്റെ സ്വിച്ച് പിന്നെ ഇതെല്ലാം ഓരോ തവണയും ഓഫ് ചെയ്യാൻ പറ്റും ചെല്ലണം. എസ്പെഷ്യലി ഞാൻ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് രണ്ടും ഓഫ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഓഫ് ചെയ്യുമല്ല, ഇതും കൂടി ഓഫ് ചെയ്യാൻ ചെല്ലണം. ശരിയാ? പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് മറ്റേ സ്മെല്ല് മറ്റേ ഇതിനുള്ളിൽ കിടക്കുന്നത് കിച്ചടി കിടക്കുന്നത് മണക്കില്ലെങ്കിൽ മുമ്പിൽ പറഞ്ഞില്ല, സ്വിച്ച് ഒരിക്കലും ഓണോ ഓഫോ ഒന്നും ആക്കാൻ പറ്റാം. പിന്നെ ഇതിനെ മണം പോകാൻ വേണ്ടിയിട്ട് ഫാൻ ഓണാക്കി കാറ്റടിച്ച് പുറത്തൊക്കെ പിടിച്ച് കളയാം. അങ്ങനെയൊന്നും ശ്രമിക്കരുത്. പിന്നെ അടുക്കളെല്ലാം തുറന്ന് ഓപ്പൺ ആക്കണം. പിന്നെ തീ പിടിച്ചു വരുന്നുണ്ടെങ്കിൽ കഴിഞ്ഞതും ഇത് ഡിസ്കണക്ട് ചെയ്ത് പുറത്തൊക്കെ കൊണ്ടുപോകാം. മെല്ലെ തീ പിടിച്ചില്ലെങ്കിലും നമുക്ക് സേഫായിട്ട് ഒഴിക്കാൻ കൊളുത്തി വലിച്ചിട്ട് പുറത്തൊക്കെ കൊണ്ടുപോയി അത് കെത്തി തീരിട്ട് ആ കത്തുന്ന സമയത്തെല്ലാം വെള്ളം അടിച്ചു കൊടുക്കണം. വെള്ളം അടിച്ച് തണുപ്പിക്കൊണ്ടിരിക്കണം. നല്ലത് നനഞ്ഞ ചാക്ക് കൊണ്ട് ചുറ്റി ഇത് ചെയ്യണം. കേട്ടിയാ? മനസ്സിലായി? തീ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യം കത്തി തീരാം. ലീക്കായാലും അതുപോലെ പുറത്തൊക്കെ കൊണ്ടുപോയി കംപ്ലീറ്റ് ലീക്കായി തീർന്നുകൊണ്ട് സിലിണ്ടർ നമ്മൾ വേറെ ചെയ്യണ്ട. ഇത്രയും കാര്യം മനസ്സിലായാലും അപ്പം നാം ഉദ്ദേശിച്ചുള്ള സമയമൊന്നും കിട്ടിയല്ല. നേരത്തെ വെച്ചാൽ മതിങ്ങാൻ എത്ര ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കെല്ലാം വെച്ചാൽ മതിങ്ങാൻ അങ്ങനെയായിരുന്നു റെഡിയായി. നിങ്ങൾ മറ്റേ അതോറിറ്റിയാണ് 4:30 എഴുതിയാൽ പേര് നാം പറഞ്ഞില്ല. രാസപദാർത്ഥത്തെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് എന്തി പെട്രോൾ റിഫൈൻ ചെയ്ത് ശുദ്ധീകരിച്ച് മറ്റേ ലിക്വിഫൈഡ് ചെയ്ത് 2 രാസപദാർത്ഥങ്ങളെ ലിക്വിഫൈഡ്